ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്ന് രാവിലെ എൻ്റെ 5 കോഴികളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോഴും എല്ലാവരും വയ്യാതിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒത്തിരി മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തതാണ് അവർക്ക്. നമ്മൾ ആയുർവേദമായിട്ടും എല്ലാ രീതിയിലും ഞാൻ ഒത്തിരി മരുന്ന് ഞാൻ കൊടുത്തതാട്ടോ. പക്ഷെ എന്നിട്ടും നമ്മുടെ മക്കൾ നമ്മൾ ഇന്നലെ വിട്ടുപോയി. കാരണം കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. കണ്ടോ, ഞാൻ ഇന്നലെ വിക്സും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടും അവർ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലേ. 5 പേര് നമുക്ക് നഷ്ടമായി. ഈ കൂട്ടിനകത്തുള്ള നമ്മുടെ സിൽക്കികളും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും ബ്രീത്ത് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിന് വോയിസ് ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ അത്രയും സ്നേഹത്തോടെയാണ് ഞാൻ എൻ്റെ കോഴികളെല്ലാവരും വളർത്തുന്നത് കണ്ടോ. പക്ഷേ ഇവരുടെ കൂടെ ഉള്ളതാണ് 5 പേര് ചത്തത്. നമ്മളിത് ഇതിനകത്ത് പറക്കി അവരെ വച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇത്രയും പേര് നമുക്ക് നഷ്ടമായി. ഇപ്പോൾ 6 പേരുണ്ട് കേട്ടോ ഇതിനകത്ത്. 6 പേര് ഇതിനകത്തുണ്ട്. ഇനി ബാക്കിയുള്ളവരെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിസിൻ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. ദയവ് ചെയ്തൊന്ന് പറഞ്ഞു. എനിക്ക് ഇനിയുള്ള എൻ്റെ കോഴികളെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം. ഇന്നലെ തന്നെ 1000 രൂപയ്ക്ക് മെഡിസിൻ വാങ്ങിച്ച് ഞാൻ മരുന്നൊക്കെ കൊടുത്തതാണ്. പക്ഷെ എന്നിട്ടൊന്നും നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുള്ളവർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾ നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്കത് ഒത്തിരി വിഷമമാണ്, സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഉപജീവന മാർഗം തന്നെ ഇവരൊക്കെ ആയിരുന്നു. കാരണം ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മലക്കറിയും കാര്യങ്ങളൊക്കെ ഇവരുടെ മുട്ടയിൽ നിന്നൊക്കെയാണ് ഞാൻ മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. പക്ഷേ എന്താ പറയണ്ടേ, ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഇവരെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാനാണ് ആർക്കെങ്കിലും അറിയാമെന്നുള്ളവർ ഒന്ന് എനിക്ക് എന്തെങ്കിലും മരുന്ന്. ഞാൻ ഒത്തിരി മരുന്ന് ചെയ്തു കേട്ടോ. നമ്മൾ പുളിയാനിലയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരച്ചു കൊടുത്തു. റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം കൂടെ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. 6 പേരാണ് എനിക്ക് നഷ്ടമായി പോയത്. ആർക്കെങ്കിലും ഇതിന്, അതായത് നമ്മുടെ തീനത്തിന് എന്തെങ്കിലും ഒരു മരുന്ന് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടും പ്ലീസ്. ദയവ് ചെയ്തോ. കാരണം ഇനിയുള്ള എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ട് പോവാതിരിക്കാനാണ്. ഇനിയുണ്ട് ഇവരൊക്കെ. ഇനി ഈ ഒരു ദിവസം റിക്കവർ, ഈ ഒരു ദിവസം താണ്ടി പോകുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതാണ് ഇവരുടെ കണ്ടീഷൻ കണ്ടോ. അവർ ബ്രീത്ത് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവർ ബ്രീത്ത് എടുക്കാനായിട്ട് വാ തുറക്കുന്നുണ്ടോ. എല്ലാവർക്കും ആ പ്രശ്നമാണ് കേട്ടോ. നമ്മുടെ ഈ കൂട്ടി കിടക്കുന്ന കോഴികൾക്ക് മാത്രമാണ് അത്ര പ്രശ്നമില്ലാത്തത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മൾ പിടിച്ചു മാറ്റി. ഇനി ഇവരെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എനിക്ക്. അപ്പോൾ അറിയാമെന്നുള്ളവരൊന്ന് പറയടാ, ഒന്ന് പറയുക. ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിസിൻ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ആരെങ്കിലുമൊക്കെ ഒന്ന് പറയും. ഇവരെയൊക്കെ കിടപ്പ് കണ്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. ഈ മക്കളെയൊക്കെ ഞാൻ എന്താ പറയണ്ട, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ദയനീയമാണ് എൻ്റെ കോഴിയുടെ അവസ്ഥ കണ്ടോ.